ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് ഭീഷണി. കൊച്ചി സെയിന്റ് റീത സ്കൂളിന് 2 ദിവസം അവധി നൽകി മാനേജ്മെന്റ്. മറ്റു വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കരുതിയെന്ന് സ്കൂൾ അധികൃതർ. ഹിജാബ് ധരിച്ചതിന് സ്കൂളിൽ മാനസിക പീഡനമെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ്. ന്യൂസ് 18 ബ്രേക്കിംഗ് സ്റ്റോറി. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇഡി സമൻസിൽ ട്വിസ്റ്റ്. സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ. മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകിയത് 2023-ൽ. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ച വിവരം CPM മറച്ചുവെച്ചത് എന്തിനെന്ന് പ്രതിപക്ഷം. CPM BJP ബന്ധം കൂടുതൽ വ്യക്തമായെന്ന് VD സതീശൻ. ദിവസത്തെ ഇരുട്ടക ജീവിതത്തിന് ശേഷം ഇസ്രായേലി ബന്ദികൾക്ക് മോചനം. ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിച്ചത് 7 ബന്ദികളെ. ഇസ്രായേലിലെ ആഘോഷം. אבל לא יכול היה להיכנס פנימה וחמאס ידע זאת ולמעשה കേന്ദ്രത്തെ വിമർശിച്ച് IAS ഉപേക്ഷിച്ച കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ. AICC ആസ്ഥാനത്ത് KC വേണുഗോപാലിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ചോദ്യം ചോദിക്കുന്നത് തുടരുമെന്ന് കണ്ണൻ ഗോപിനാഥൻ. കൊട്ടാരക്കരയിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 മരണം. കൽക്കെട്ടിടിഞ്ഞു വീണ് യുവതിയും രക്ഷിക്കാനെത്തിയ സുഹൃത്തും ഫയർഫോഴ്സ് ജീവനക്കാരനും മരിച്ചു. കർണാടകത്തിലും കേന്ദ്രത്തിലും BJP ബന്ധമെന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ജനതാദൾ എസ്. MLA-മാർ അയോഗ്യരാകാതിരിക്കാൻ പുതിയ പാർട്ടി രൂപീകരിക്കും. K. കൃഷ്ണൻകുട്ടിയും മാത്യു T. തോമസും പുതിയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ ജനതാദളിൽ ചേരും.